അസ്സലാമു അലൈക്കും. എന്തുണ്ട് മുത്തുമണികളെ, സുഖല്ലേ? അൽഹംദുലില്ലാഹ്, നമ്മൾക്ക് സുഖമാണ്. നിങ്ങൾക്ക് സുഖാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ നിങ്ങളെ മുന്നിൽ വീഡിയോ ആയിട്ട് വന്നത് ഒരു പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ ഈ മോൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഈ വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ വന്നത്. ആദ്യമായിട്ട് നിങ്ങളുടെ ചാനൽ നമ്മളെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴത്ത് കുഞ്ഞ് ബെൽബട്ടൺ കൂടി അമർത്തുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ പറയണേ. മിച്ചുമോളെ ഹായ് എന്നെല്ലാം പറയുന്നുണ്ട്. എൻ്റെ പൊന്നു മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. എനിക്ക് ഇന്നത്തെ സംഭവം ഇന്നത്തെ സംഭവം തന്നെ ഇന്നെന്താ വെച്ചാൽ ഇന്ന് ഞായറാഴ്ച സൺഡേ. ഇന്നത്തെ ദിവസം തന്നെ ഞാൻ ഇത് അപ്ലോഡ് ആക്കുന്നതാണ്. ഇന്നത്തെ ദിവസം ഞാൻ വല്ലാണ്ട് കരഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്നാൽ എൻ്റെ ഈ മോളെ അവസ്ഥ പറയാൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മോളെ സഹായിക്കാൻ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മൾ സബ്സ്ക്രൈബറോട് പറയാനുള്ളത്, ആർക്കെങ്കിലും എൻ്റെ ഈ മോളെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ ഒന്ന് അറിയിക്കണം. ഞാൻ എൻ്റെ നമ്പർ നിങ്ങൾക്ക് തരാം, ഗൂഗിൾ പേ നമ്പർ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവസ്ഥ അങ്ങനെയാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറയാണ്ട് വയ്യ. നിങ്ങളോടല്ലാണ്ട് എനിക്ക് ആരോട് ചോദിക്കാൻ വയ്യ. ഞാൻ പലയിടത്തും പല വഴിയും ഞാൻ നോക്കി. എന്നിട്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ചാരിറ്റി നോക്കി, പള്ളിക്കാരോട് പറഞ്ഞ്, പലയിടത്തും പല ആൾക്കാരോട് ഞാൻ കരഞ്ഞു പറഞ്ഞു. ഒരു രക്ഷയില്ല. അതന്നെ ഞാൻ ഈ ഒരു യൂട്യൂബിലേക്ക് വന്നത്. എന്നാലെങ്കിലും നമ്മളെ അവസ്ഥ നിങ്ങളോട് പങ്കുവെക്കുക. ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ മതിയല്ല എൻ്റെ മോളെ ഈ കാര്യങ്ങൾ നടക്കാൻ. അപ്പോൾ എൻ്റെ ഈ മോള് എന്നാൽ ഇതെൻ്റെ മോൾ കാണിച്ചു തരണമെന്നില്ല, എന്നാലും മോൾ അവിടെ പോയിരുന്നോ? ഞാൻ ജസ്റ്റ് ഒന്ന്, പക്ഷേ മോള് ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാനും കഴിയുന്നില്ല. ഇപ്പോൾ കൂടെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എന്തായാലും ഇത് പറയണം. ഇന്നത്തെ ഈ ഒരു അനുഭവം എനിക്ക് പറയണം. എന്നാൽ വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. വല്ലാത്തൊരവസ്ഥയിലാന്ന് പറഞ്ഞാൽ ഒരുപാട് ഫിക്സ് വരുന്നു. ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെയെല്ലാം ഉള്ളത്. അപ്പോൾ ചികിത്സൻ്റെ ടൈമിങ്ങിൽ കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പോവാത്തത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളമ്മ മോൾക്ക് വേണ്ടി സഹായിക്കുക. ഞാനിത് ചാരിറ്റി പോലായിട്ട് വന്നതൊന്നുമല്ല, പക്ഷേ എൻ്റെ സബ്സ്ക്രൈബറോട് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ, പുതിയ സബ്സ്ക്രൈബറാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങൾ ആദ്യത്തെ വീഡിയോ ഒന്ന് കാണുക. മോളെ അവിടെ പോയി അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങൾ നമ്മളെ മുന്നത്തെ വീഡിയോയിലൊന്ന് കാണുക. എന്നിട്ട് അതിൻ്റെ എല്ലാം കമൻറ്റിൽ അറിയിക്കുക അഭിപ്രായം വീഡിയോൻ്റെ. അപ്പം എൻ്റെ ഈ പൊന്നു മോളെ എനിക്ക് രക്ഷപ്പെടുത്തണം. നിങ്ങൾ എന്നെ സഹായിക്കൂലേ? നിങ്ങൾ എന്നെ കൈപിടിക്കൂലേ? എനിക്ക് നിങ്ങളോടല്ലാണ്ട് വേറെ ആരോടും പറയാനില്ല. എല്ലാം കഴിഞ്ഞ് എല്ലാം കൈവിട്ട് നമ്മളെല്ലാവരും കൈവിട്ടിട്ട് വന്ന ആളാണ് ഈ മുന്നിലിരിക്കുന്നത്. എന്നെയും മക്കളെയും എല്ലാവരും കൈവിട്ട്, കുഞ്ഞു എല്ലാവരെയും കൈവിട്ട് അങ്ങനെ വന്നവരാ. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രതീക്ഷ മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് വേറൊരു പ്രതീക്ഷയില്ല. ഇതിൽ നമുക്ക് എത്രയും പെട്ടെന്നൊന്നും വിജയം നടക്കാനൊന്നും കഴിയില്ല. അതിനുള്ള വീഡിയോ ഇടണം, അതിനുള്ള കണ്ടന്റുള്ള നല്ല വീഡിയോസും കാര്യങ്ങളെല്ലാം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ആരെയാണ് വേഗം സപ്പോർട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കേണ്ടത്. ജസ്റ്റ് ഉമ്മ പറയുന്നതൊന്ന് കേൾക്ക്. അടങ്ങിയിരിക്കണേ. അങ്ങനെ നമ്മളെപ്പോലത്തെ ആളല്ലാണ്ട് നിങ്ങൾ ഈ പല രീതിയിലും കോമാളി കളിച്ചിട്ട് അവരെയല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതല്ല. പക്ഷേ നമ്മളെ ഈ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ നമ്മൾ അതേതായ ഓരോ എന്താ പറയുക,
നമ്മൾ ആ രീതിയിലുള്ള ആ വീഡിയോയിൽ നമ്മൾ എത്തിക്കണം. അതാത് സ്ഥാനത്ത് നമ്മൾ ആ വീഡിയോ എത്തിച്ചിട്ട് നമുക്ക് വിജയിപ്പിക്കണം നിങ്ങൾ. എന്നാലല്ലേ നമ്മൾ വീഡിയോ എല്ലായിടത്തും എത്തിയാലല്ലേ നമുക്ക് സബ്സ്ക്രൈബും വ്യൂസും എല്ലാം ഉണ്ടാവും. എല്ലാവരും കാണണം. നമുക്ക് എല്ലാം എന്താ പറഞ്ഞാൽ നമ്മൾ ഈ അവസ്ഥ കണ്ടിട്ടെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുക. എന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് വിജയിപ്പിക്കുക. എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കൊന്നും അറിയില്ല. എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ വല്ലാത്ത ടെൻഷനിലുണ്ട്. എല്ലാ സമയത്തിനെക്കാട്ടി ടെൻഷനിൽ ഇന്ന് ഞാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് ഇന്ന് തന്നെ ഞങ്ങളോട് അപ്ലോഡാക്കുന്നത്. ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡാക്കുന്നത്. എന്നാൽ എനിക്കത് നിങ്ങളെ ഇന്ന് തന്നെ എത്തിക്കണമെന്നുള്ള ഒരു മനസ്സ് വന്നുകൊണ്ടാണ്. എനിക്ക് വയ്യ, അതിനെനിക്ക് കണ്ടു സഹിക്കാൻ വയ്യ. എനിക്ക് താങ്ങാനുള്ള ശക്തിയൊന്നും ഇല്ല. ഇന്ന് തന്നെ എൻ്റെ ഇന്ന് ഈ മോളെ നോക്കാനല്ലാണ്ട് എനിക്ക് ഒരു പണിയും ചെയ്യാൻ കഴിയില്ല. ഇന്ന് എൻ്റെ ഇക്കു അമീനെയും സഹദിനെ അങ്ങ് കൊണ്ടുപോയിട്ടുള്ളൂ ബാപ്പാൻ്റെ വീട്ടിൽ. എന്ത് എനിക്ക് ഇവിടെ നോക്കി നിൽക്കണം. അതുകൊണ്ടാ. അപ്പോൾ അമീനെയും ചെറുതിനെ എൻ്റെ മോനെ നോക്കാൻ കഴിയില്ല ഈ മോളെ നോക്കുന്നതുകൊണ്ട്. സഹദിയും മോള് അതുകൊണ്ട് അതും പോയി. എന്നാക്കി ഈ മോളെ നോക്കാലോ. അതുകൊണ്ട് നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ മോളെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ. ഞാൻ ഇതുവരെയായിട്ട് ഇത്രയും വീഡിയോ ചെയ്തിട്ട് നിങ്ങളോട് സഹായം ചോദിച്ചിട്ടില്ല. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനേ പറയുള്ളൂ. പക്ഷേ ഇത് നിങ്ങളോട് എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ വീഡിയോ കാണുന്നവർ ആരായാലും ശരി, നമ്മളെ പുതിയ സബ്സ്ക്രൈബർ ആയാലും അവരോട് എനിക്ക് പറയാം, ഒന്നല്ലെങ്കിൽ 250 ആൾക്കാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിചാരിച്ചാൽ സഹായിക്കാൻ പറ്റും. എൻ്റെ മോളെ സഹായിക്കാൻ പറ്റും. എനിക്ക് ആ മാസം എൻ്റെ മോളെ ചികിത്സ നടത്താൻ എനിക്ക് മതി. അല്ലാണ്ട് എനിക്ക് ഒരുപാട് പൈസ വേണമെന്ന് ആരും വെക്കണമെന്നല്ല പറയുന്നത്. ആ മാസം കൊണ്ടുപോകാൻ എനിക്ക് 20-ന് മേലെ എന്തായാലും വേണം. എന്തായാലും ഒരു 20-ന് മേലെ വേണം. അപ്പോൾ ആ പൈസ ഇല്ലാതെ എനിക്ക് അവിടെ കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ പല ഡോക്ടറെ അടുത്ത് ഞാൻ കാണിച്ചോളാം. പലയിടത്തും മടുത്തതാണ് ഞാൻ ഇവളെയും കൊണ്ട്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് ഞാൻ ഫസ്റ്റ് ന്യൂറോ ഹോസ്പിറ്റലിൽ. അവിടെ നല്ല ട്രീറ്റ്മെൻറ്റ്. അവിടെ ഇവിടെ നല്ല മാറ്റം ഉണ്ടായത്. പക്ഷേ ഈ ഒരു മാസം കഴിഞ്ഞ് ആ മെഡിസിൻ തന്നെ കൊടുക്കുന്നത്. ഇപ്പോൾ കാണിക്കാൻ അതിനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആ മെഡിസിന് മാറ്റുമ്പോൾ ഇവർക്ക് ലെവൽ നല്ല ഇതായിട്ട് ഇത് അതന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വേണ്ടത് നമ്മൾ പരമാവധി ഷെയർ ചെയ്യുക, എല്ലായിടത്തും എത്തിക്കുക വീഡിയോ. എല്ലാവരും കണ്ടാലല്ലേ നമ്മുടെ സമൂഹം എത്ര പേര് കാണും. ആ ഒരാൾ വിചാരിച്ചാൽ മതി നമ്മളെ വീഡിയോ നല്ലൊരാളിൽ നിന്ന് എന്താ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരാളിൽ എത്തിച്ചാൽ അത്രക്കും നിങ്ങൾക്കും അതിനുള്ള കൂലിയാന്ന് അള്ളാൻ്റെ അടുത്ത്. ഈ മോളെ കാര്യത്തിൽ അല്ലാണ്ട് വേറെ നമുക്കൊരു വീട് എടുക്കാനും നമുക്ക് ഒരുപാട് ലക്ഷം ഉറുപ്പിക കടമുണ്ട്. നമ്മൾ വാടക വീട്ടില്ല. എനിക്ക് ഈ മോൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ലക്ഷം ഉറുപ്പിക ഞാൻ കടാക്കിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ മോളെ കാര്യം എല്ലായിടത്തും ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മോളെ കാര്യം നിങ്ങളെ മക്കളെ പോലെ കരുതിയിട്ട് എൻ്റെ മോളെ നിങ്ങൾ സഹായിക്കണം എന്നേ പറയുന്നുള്ളൂ. ഇന്ന് അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ വീഡിയോ എടുത്തത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കരഞ്ഞ് എൻ്റെ കണ്ണിൽ വെള്ളമില്ലാണ്ടായി. അത്രയ്ക്ക് ഞാൻ രാവിലെ കരയാൻ തുടങ്ങുന്നുണ്ട്. രാവിലെ ഞാൻ ഒരുപാട് കണ്ട് എഴുന്നേൽക്കുമ്പം തന്നെ ഇതാണ് ഞാൻ കാണുന്നത്. ഇവക്ക് ഇതിങ്ങനെ ആവുമ്പോൾ ഇവളെ ശരീരം തന്നെ കാർന്നെടുക്കുന്ന പോലത്തെ അവസ്ഥയുള്ളത്. ശരീരത്ത് പൊട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ശരീരം ഇത് തൊടുമ്പം തന്നെ അവള് അങ്ങനത്തെ ഒരു അവസ്ഥയുള്ളത്. അപ്പം ആ ഒരു വീഡിയോ ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ പറയാനുള്ള നിങ്ങളോട് എനിക്കത് പറയണം. നിങ്ങളോട് ഇതെല്ലാമൊക്കെ പങ്കുവെക്കണം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ എൻ്റെ മോനെ കാര്യം നടക്കൂ. ഇനി എനിക്ക് ആരോടും പറയാനില്ല.
അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളോട് പങ്കുവെക്കണമെന്നാണ്. ആരെയും കുറിച്ചുമല്ല, ആരെയും കുറ്റം പറയുന്നതല്ല. നമ്മളെ കാര്യം ഞാൻ നിങ്ങളോട് തുറന്ന് എന്തുണ്ടെങ്കിലും ഞാൻ പറയും. അത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതെനിക്ക് പ്രശ്നമല്ല. അവർ ഇപ്പം ഞാൻ ഈ പറയുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പോ ഇതുണ്ടെങ്കിൽ അവർ വരട്ടെ എൻ്റെ മോളെ സഹായിക്കാൻ. എനിക്ക് പറയേണ്ടത് എന്തായാലും പറയണം. അത് നിങ്ങളോടേ എനിക്ക് പറയാം. നമുക്കൊരു കഴിവില്ല. എനിക്കും എൻ്റെ ഭർത്താവിനും ഒരു കഴിവില്ല. അങ്ങനെ കഴിവുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരാളോട് പറയൂല. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യൂല. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്യില്ല. അതുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ഞാൻ ചെയ്യുന്നില്ല. ആരെയും ഉപദ്രവിക്കാനും വരുന്നില്ല. എനിക്ക് എൻ്റേതായ എൻ്റെ ഈ മോളെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വയ്യ. ആർക്കെങ്കിലും ഒരാൾക്ക് ഇതുപോലെ ഒരു അവസ്ഥ വന്നിനെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ആർക്കും വരാതിരിക്കട്ടെ. ഞാൻ പറയും, ഒരു ഉമ്മാക്കും ഒരു മക്കൾക്കും ഇതുപോലെ ഒരു രോഗവും പടച്ചോൻ കൊടുക്കാതിരിക്കട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഏതൊരു ഒരു മക്കളല്ല ജനനം നൽകുന്നുണ്ട് റഹ്മാൻ. നല്ല ആരോഗ്യമുള്ള നല്ല സ്വാലിഹത്തായ മക്കളെ കൊടുക്കണേ. അല്ലാണ്ട് ഒരു രോഗമുള്ള മക്കളെ നീ കൊടുക്കല്ല. അത് ഒരു മാതാവിന് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടന്മാർ 2 വയസ്സിലുള്ള മക്കളാണ്. അവർ ഇതൊന്നും നടക്കാത്ത മക്കളാണ്. അള്ളാഹ് ഉമ്മാക്കും ബാപ്പാക്കും ക്ഷമ കൊടുക്കണേ. അങ്ങനെ പല ഉമ്മമാരും ഉണ്ട് മക്കൾ സഹിക്കുന്നത്. അത് അവരവർക്കേ മനസ്സിലാവും. ആ മാതാവിനും ആ പിതാവിനെയും മനസ്സിലാവും അവരവരെ മക്കളെ വേദന എന്താണെന്ന്. സഹിക്കാൻ പറ്റില്ല. എനിക്ക് അവിടെ പോകുമ്പോൾ അവർ മുന്നിൽ ചിരിക്കുന്നാലാണ് മനസ്സിൽ ഏറ്റവും ഓരോ സമയം കരയല. അത്രക്കും ആ മക്കളെ കാണുമ്പോൾ എനിക്ക് വല്ലാതെ ഇതാണ്. അപ്പോൾ ഞാനും ഒന്ന് സഹിക്കുന്നുണ്ട് എൻ്റെ മോളെ കാര്യത്തിൽ. അപ്പോൾ ആ മക്കളെയും കാണുമ്പോൾ എനിക്ക് അതും എൻ്റെ മക്കൾ തന്നെയല്ലേ. അതും എൻ്റെ മക്കളെ രക്തം തന്നെയല്ലേ. അതും അനിയന്മാർ എൻ്റെ മക്കളെ അനിയന്മാരും എൻ്റെ മക്കളെ ഏട്ടന്മാരല്ലത്. അതും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അള്ളാഹ് ആ മക്കളെ ഒന്ന് നടത്തിക്കണേന്ന് ഞാൻ എന്നും ദുആ ചെയ്യലുണ്ട്. ഒരു മോനെങ്കിലും 2 മക്കൾ അതുപോലെയാണ്. അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു അള്ളൊരു കഴിവ് തന്നിനെങ്കിൽ നമ്മളൊരു പണക്കാരെങ്കിൽ നമ്മൾ വീട്ടിൽ നിർത്തിക്കൂല ഒരിക്കലും. അത് നമുക്ക് എത്രയോ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു പണമുണ്ട്. ഇന്ന് പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയും മുത്തുമണികളെ. എൻ്റെ കൂട്ടുകാരെ, ഇന്ന് പണമുണ്ടോ? ഇന്ന് എല്ലാവരും ഉണ്ടാവും അവരുടെ കൂടെ. പണമില്ലേ ആരും ഉണ്ടാവില്ല. അവരും വിലയുണ്ടാവില്ല. പണമില്ലാത്തവർക്ക് ഒരു വിലയില്ല ഇന്നത്തെ കാലത്ത്. പണമുണ്ടോ? പക്ഷെ ചേർത്ത് പിടിക്കുന്നവരുണ്ട്. പണമില്ലാത്തവർ നല്ല ചേർത്ത് പിടിക്കുന്നവരുണ്ട്. എന്നും സ്നേഹവാക്കുകളും ടെൻഷൻ അടിക്കണ്ട, പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക, വിഷമിക്കണ്ട അങ്ങനെ പറയുന്നവരെ ഇത്തമാറുണ്ട് കുറേ ആൾക്കാരുണ്ട്. അവർക്ക് കഴിയുന്നത് എനിക്ക് സഹായിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് മൊത്തത്തിലാവില്ല എന്നേ അവർ പറയും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചെറിയ എമൗണ്ട്, ഒരു 1000-500 റുപ്യ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. എൻ്റെ മോളെ കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി എനിക്കൊരു പൈസ എന്തായാലും ആവണം. എന്നാലും എൻ്റെ ഈ മോളെ എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മാത്രമാണ്. എനിക്ക് പറയുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നു എൻ്റെ മുത്തുമണികളെ. ടെൻഷൻ വന്നാൽ എനിക്ക് ഓവറാവും ശ്വാസം മുട്ടൽ. എനിക്കിപ്പോൾ അങ്ങനെയുള്ളത്. എനിക്ക് ടെൻഷൻ താങ്ങാൻ കഴിയാതെടുക്കുമ്പോൾ ശ്വാസം മുട്ടൽ വരുന്നു. അതാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ മോള് എൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചാഞ്ഞിട്ട്. അതുകൊണ്ട് നിങ്ങളെ ദ്വായ ഉണ്ടാവണം എൻ്റെ മോൾക്ക്. എപ്പോഴും നിങ്ങളെല്ലാവരുടെയും ദ്വായ എൻ്റെ മോൾക്ക് വേണ്ടി വേണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദ്വാ ചെയ്യുക. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങളൊരു ചാരിറ്റി പോലെ ആയിട്ട് ഒരു ചാരിറ്റി ചെയ്തിട്ട് ഒരു അബദ്ധം ആയിപ്പോയിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നു. അത് അബദ്ധമായി എന്നൊക്കെ തോന്നുന്നു. എന്നാലും അങ്ങനെ ഒരു ചാരിറ്റി ജസ്നാത്താൻ്റെ വീഡിയോ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒരുപാട് ലക്ഷം ഉറുപ്പിക കിട്ടേണ്ട ടൈമായിരുന്നു. എൻ്റെ മോളൊന്നും പേടിക്കണ്ടേനു. പക്ഷെ പല കോളും കൊണ്ട് ശല്യം ചെയ്യുന്നു. അതും എനിക്ക് പറയാനുണ്ട്. പല കോളും ശല്യം ചെയ്യുന്നു. അത് മൊത്തം വരുന്നത് ഗൾഫ് കോളാണ്. അവർക്ക് ഉമ്മമാരില്ലേ, പെങ്ങന്മാരില്ലേ, മക്കളില്ലേ, പെൺമക്കളില്ലേ, അതൊന്നും ഓർത്താൽ മതിയില്ലേ. എന്തിനാ ഇങ്ങനെ കോൾ വിളിച്ചിട്ട് ശല്യം ചെയ്യുന്നത്? നിങ്ങൾ ആ ചാറ്റ് വീഡിയോ കണ്ടിനെങ്കിൽ അത് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളോട് തൊള്ള പറയാനോ അല്ല.
നമ്മളെ വിഷമം അതിൽ നിന്ന് പറഞ്ഞേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ എന്തൊക്കെയോ പറയല്ല. എനിക്ക് ഈ ലെങ്ത് ഇനിയും കൂടുതലായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പ് വരും, എൻ്റെ വീഡിയോ കാണുന്നവർക്ക്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇനി ഞാൻ പറയാം എനിക്ക് കോള് വരുന്ന കാര്യം, ആരൊക്കെ വിളിക്കുന്നതും എന്തൊക്കെ പറയുന്നതും എന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഞാൻ നിങ്ങളെ മുന്നിൽ വരും. അതുകൊണ്ട് എന്നെ കാണുന്ന ആരെങ്കിലും എന്നെ കോൾ വിളിച്ച് ശല്യം ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇനി നിർത്തിക്കോ. അത് വേറെ നിങ്ങൾക്ക് തന്നെ അതിനുള്ള ദോഷം വരും. അതുകൊണ്ട് തന്നെ ആരും നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കുക. അയ്യോ ആ കുഞ്ഞു മോളെ വിചാരിച്ചിട്ട് ആരും നിങ്ങൾ കോൾ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കട്ടെ, വിളിക്കട്ടെ, ഇന്ന് ഇത്ര പൈസ തന്നാൽ നിങ്ങൾ സംസാരിക്കാൻ പറ്റുമോ, രാത്രി വിളിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇത്ര പൈസ അയച്ചു തരാം, ഇത്ര പവൻ തരാം, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഇനി എന്നെ ശല്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരാളല്ല, ഓർത്തോ, അങ്ങനെ ഒരാളല്ല. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതും അല്ല. അതുകൊണ്ട് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ നാട്ടിൽ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെയും കാത്തിരിക്കുന്ന ഭാര്യമാരും മക്കളും ഉമ്മയും ഉണ്ട് നാട്ടിൽ. ഈ ഗൾഫുകാർക്കുള്ള സ്വഭാവമാണ്. എല്ലാ പെണ്ണിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കും കുറച്ച് പാഠം പഠിക്കാനുണ്ട്. എല്ലാവരും പറയുന്നത് ഗൾഫുകാരുടെ ഭാര്യ ഒളിച്ചോടി മറ്റേതാക്കിയത്. അപ്പോൾ അവർക്കെന്തും ചെയ്യാം, ആണുങ്ങൾക്ക് എന്തും ചെയ്യാം, പെണ്ണിനൊന്നും ചെയ്തുകൂടാ. അപ്പോൾ പെണ്ണ് തെറ്റുകാർ, ആണ് തെറ്റല്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആണും തെറ്റുകാരാണ് ഏറ്റവും വലിയ. ആണും വല്ലാത്ത ചതിവ് ചെയ്യുന്നുണ്ട് പെണ്ണിനെ. അപ്പോൾ ഗൾഫുകാർക്കൊരു ധാരണയുണ്ട്, നമ്മൾ കോൾ വിളിച്ചാൽ വാട്സപ്പ് കോളായാലും മറ്റേ കോള് ഭാര്യ വിളിക്കുമ്പോൾ അത് കേൾക്കൂല. ഒന്ന് മനസ്സിലാക്കിക്കോ ഭാര്യമാരെ, നിങ്ങളെ ഭർത്താവിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് ഞാൻ ഇപ്പോൾ ഒരു ചാറ്റ് വീഡിയോ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഗൾഫുകാരെ കോളാ വന്നിന്. അതിൽ നല്ല ആൾക്കാരുണ്ട് സഹായിക്കാൻ. നിങ്ങളെ ഗൂഗിൾ പേ നമ്പർ പിന്നെ ശരിയാണോ ഇതന്നെയാണോ എന്ന് വെച്ചിട്ട് ആ ഒരു ജസ്റ്റ് 2 വാക്ക് പറഞ്ഞ് അവർ നിർത്തി. അത് നല്ലൊരു ആൾക്കാർ. പക്ഷേ ഈ വിളിക്കുന്നവരെ ലോങ്ങായിട്ട് സംസാരിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ എല്ലാം ഒരു വീട്ടുകാരും എല്ലാം ചോദിച്ചറിഞ്ഞിട്ടും ആദ്യം വിളിച്ചോണ്ട് എന്തിനാ സഹായിക്കുന്നവരെങ്കിൽ സഹായിച്ചാൽ പോരെ, ഇങ്ങനെ ചോദിച്ചറിയണ്ട. അതിൽ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ, അതിലെല്ലാം സത്യാവസ്ഥ അറിയാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് വെച്ച് നിങ്ങൾക്ക് അത്രക്കും വലിയ പൈസയിൽ എമൗണ്ട് തരണമെങ്കിൽ നിങ്ങൾ നമ്മളെ വീട്ടിലെ അഡ്രസ്സെല്ലാം വാങ്ങിയിട്ടൊന്ന് അന്വേഷിക്കണം. അല്ലാണ്ട് നമ്മളോട് വിളിച്ച് ഇതാക്കിയിട്ട് ശല്യം ചെയ്യാൻ ഒരിക്കലും പാടില്ല. അത് വല്ലാത്തൊരു തെറ്റാണ്. അതുകൊണ്ട് ഭാര്യമാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. ഗൾഫുകാരുടെ ഭാര്യമാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ. ഇതുപോലെ ഇപ്പം ഞാൻ എന്നെപ്പോലെ ആയിരിക്കണമെന്നില്ല എല്ലാ പെണ്ണുങ്ങളും, എല്ലാ സ്ത്രീകളും എന്നെപ്പോലെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഓരോ സ്ത്രീകൾ അവരെ വലയിൽ വീഴും, അത് ഉറപ്പാണ്. ഇത്ര പൈസ തരാമെന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പൈസ എൻ്റെ മോൾക്ക് വേണ്ട. ഇങ്ങനെ അവരോട് കൊഞ്ചിപ്പറഞ്ഞ് രാത്രിയും പകലും സംസാരിച്ചിട്ടുള്ള പൈസ, എനിക്ക് അങ്ങനെ ഒരു പൈസ ഒരാളും വേണ്ട. നല്ല മനസ്സോടെ അവൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ചികിത്സിക്കാൻ തരുന്നുണ്ടോ അത് മാത്രം ഞങ്ങൾക്ക് മതി. അല്ലാണ്ട് ഒരു കോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയുന്നത്, ഇന്നും എൻ്റെ ഭർത്താവായിട്ട് ഈ കോള് വരുമ്പോൾ പറയുന്നത് ഇതൊക്കെ എന്തിനു വരുന്നു. അപ്പോൾ ആവശ്യമുള്ള എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് കോളുകൾ, ഈ കോള് വിളിക്കുന്നതും എല്ലാം വോയിസ് വരുന്നതും എല്ലാം. എൻ്റെ ഭർത്താവിനറിയാം എന്നെ നല്ല വിശ്വാസമാണ്. ഒരിക്കലല്ല. അതേപോലെ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ വിശ്വാസം വേണം, ഭാര്യമാർക്ക് ഭർത്താവിനെ വിശ്വാസം വേണം. എന്നാലേ ഇന്ന് മുന്നോട്ട് പോകാൻ കഴിയൂ. അല്ലെങ്കിൽ ഭാര്യനെ വിശ്വാസമില്ലാണ്ട് ഇപ്പോൾ നമ്മൾ വിശ്വാസമില്ലായ്മ ആയാൽ പിന്നെ ജീവിതം പോയി തകരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ആര് എന്ത് ഇതാണെന്നുണ്ടെങ്കിലും എല്ലാ പെണ്ണും ഒരുപോലെയല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എല്ലാ പെണ്ണും ഒരുപോലെയല്ല, എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ അവർ പൈസ തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയും കുറേ ഉണ്ട്. ഇന്നത്തെ കാലത്ത് അങ്ങനെ നടക്കുന്നു. നമ്മളെപ്പോലെ എല്ലാവരും ആണെന്നില്ല. നമ്മൾ സബ്സ്ക്രൈബർ അല്ല അങ്ങനെ പറയുന്നത്, ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട്
ഞാൻ ഇത് പറയേണ്ടി വന്നത്, ഞാനൊരു ചാരിറ്റി വീഡിയോ ചെയ്തിട്ട് എനിക്കൊരു ഫോൺ കോളിൻ്റെ ശല്യം കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അത് പിന്നെ രണ്ടാമത് ജസ്റ്റിനകത്ത് വീഡിയോ ചെയ്യാനൊന്നും വന്നിട്ടില്ല. എന്നെങ്കിലേ ഞങ്ങൾക്ക് അതിൽ ഈ നമ്പറും കാര്യങ്ങളെല്ലാം ഇടാൻ കഴിയും. ഞാനൊരു ജസ്റ്റിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ ഒരു വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നീ പറഞ്ഞോ ഈ കോൾ വിളിക്കുന്നതും അല്ലെങ്കിൽ ആ നമ്പർ നീ എനിക്ക് ഇതിലിടാം. ഞാൻ ഇൻഷാ അള്ളാ ഇനിയും എൻ്റെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ യൂട്യൂബിലിടും. അപ്പോൾ ഏതൊരു ഭാര്യ, അവർ ഭാര്യയില്ല മക്കളില്ല ഡിവോഴ്സാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ നമ്പറും കാര്യങ്ങളും അതിലെല്ലാം ഇടുമ്പോൾ അതാത് ഭാര്യമാർക്ക് അത് മനസ്സിലാവും, ഇന്ന ആളാണ് എന്നെ വിളിക്കുന്നതും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോ. ഇനിയും നിങ്ങൾ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു ചാനലുള്ളതാണ്, നിങ്ങൾ മറക്കരുത്. അതിൽ ഞാൻ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് ആരും ശല്യം ചെയ്യാൻ വിളിക്കരുത്. സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ മോളെ നിങ്ങൾ സഹായിക്കുക, അല്ലാണ്ട് വിളിച്ച് ശല്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് എനിക്ക് ഇനിയും ഒരുപാട് പറയാനുണ്ട് നിങ്ങളുടെ മുന്നിൽ. എനിക്കതൊന്ന് പറയാൻ, മോളിയും എൻ്റെ ചെറിയൊരു മോനും ഇല്ലേ, അതിനെ നോക്കണം. അതിപ്പോൾ ആ ഒരു ഓടിയും ഇതാകുന്ന ആ കളിക്കുന്ന പ്രായമാണ്. അപ്പോൾ പലയിടത്ത് പോകുമ്പോൾ നമ്മളെ വീട്ടിന് മുന്നിൽ ഇതെല്ലാം ചെറിയ വെള്ളത്തിൻ്റെ തോടും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ വല്ലാണ്ട് അവന് പൈപ്പ് തിരിച്ച് കളിക്കും. അങ്ങനെയെല്ലാം ഒരു കണ്ണ് ശ്രദ്ധ എന്തായാലും അവനെ വേണം. ആ ഒരു പ്രായമാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ആ ഒരു പ്രായത്തിൽ നമ്മൾ എന്തായാലും നല്ല രീതിയിൽ നോക്കണമല്ലോ. അപ്പോൾ ഈ മോളെയും നോക്കണം, അപ്പോൾ വീഡിയോയും ചെയ്യണം. എന്തായാലും എനിക്ക് ഇതിൽ മുന്നേറണം. അപ്പോൾ എന്തായാലും വീഡിയോ ചെയ്താലല്ലേ നമുക്ക് യൂട്യൂബ് ഒരു ഏൺസ് ഉണ്ടാക്കാൻ കഴിയൂ. എപ്പോഴാണെന്ന് അൽഹംദുലില്ലാഹ് അറിയില്ല. അള്ളാഹിനോട് ഇത്രത്തോളം എന്തായാലും ഇത്രയും ഞാൻ പ്രതീക്ഷയില്ല, സബ്സ്ക്രൈബറൊന്നും എനിക്ക് കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷയില്ല ഇത്രയും. എന്നാലും മുന്നേറുന്നുണ്ട് അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ പ്രാർത്ഥന വേണം, നമ്മളെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇൻഷാ അള്ളാഹ് എന്തെങ്കിലും ഇതിൽ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. പ്രത്യേകിച്ച് മാപ്പ് ചോദിക്കുന്നു. ആരെയും ഞാൻ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. നമ്മളെ വിഷമം കൊണ്ട് നമ്മളിങ്ങനെ പറയുന്നു. നമ്മളെ വിഷമം ആരും കാണാനില്ല, നമ്മളെ റബ്ബ് മാത്രമല്ലാണ്ട്. അത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നു, എൻ്റെ വീഡിയോ കാണുന്നവരോട് ഞാൻ പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇന്ന് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഇനിയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ നോക്കാം ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.